ഹായ് ഫ്രണ്ട്സ്, നമ്മൾ 10ാം ക്ലാസ്സിലെ ബയോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ നേരത്തെയുള്ള ക്ലാസ്സുകളിലൂടെ 3 അവയവങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 3 ജ്ഞാനേന്ദ്രിയങ്ങൾ, വിൻഡോസ് ഓഫ് നോളജിൽ 3 വിൻഡോസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അറിവിൻ്റെ വാതായനങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ചെവി, മൂക്ക്, നാവ്, അങ്ങനെ 3 അവയവങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അറിവ് വരുന്ന, നമ്മളിലേക്ക് അറിവ് കിട്ടുന്ന 3 മാർഗങ്ങളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നമ്മൾ ഈ ചാപ്റ്റർ, ഈ ക്ലാസ്സിൽ അറിവിൻ്റെ വാതായനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗനാണ്, അവയവമാണ് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. തീർച്ചയായും ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം, ഏറ്റവും പ്രധാനപ്പെട്ട ജ്ഞാനേന്ദ്രിയം, ഓർഗൻ എന്ന് പറയുന്നത് കണ്ണ് തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവം കാഴ്ചയാണ്. മറ്റെന്തിനേക്കാളും ഉപരി കാഴ്ചയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവം. അതുകൊണ്ട് തന്നെ കണ്ണാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗൻ, സെൻസ് ഓർഗൻ എന്ന് പറയും. എന്തുകൊണ്ടാണത്? ഇപ്പോൾ നമുക്ക് കാഴ്ച ഉണ്ടെങ്കിൽ മറ്റുള്ള വളരെ ഏത് പരിമിതികളെയും നമുക്കൊരു പരിധിവരെ മറികടക്കാൻ സാധിക്കും. കാഴ്ച ഉള്ള ഒരാൾക്ക് മറ്റു പരിമിതികളുണ്ടെങ്കിൽ ആ പരിമിതികളൊക്കെ ഒരു പരിധിവരെ മറികടക്കാൻ സാധിക്കും. കാഴ്ചയില്ലെങ്കിൽ മറ്റെന്തുണ്ടായിട്ടും കാര്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക്, ഒരു പരിമിതി നമുക്ക് സൃഷ്ടിക്കപ്പെടുന്നു. യാഥാർത്ഥ്യമാണല്ലോ അത്, തീർച്ചയായും. അതുകൊണ്ടാണ് നമ്മൾ കണ്ണാണ്, കാഴ്ചയാണ് പ്രധാനം എന്ന് പറയുന്നത്. അത് ദൈനംദിന ജീവിതത്തിൽ മാത്രമല്ല, നിങ്ങളുടെ വിദ്യാർത്ഥി ജീവിതത്തിലും കാഴ്ചയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഓഡിയോ വിഷ്വൽ ക്ലാസ് റൂമുകൾക്ക് പ്രാധാന്യം വരുന്നത്. സ്കൂളിലൊക്കെ ഒരു ഓഡിയോ വിഷ്വൽ ക്ലാസ് റൂം ഉണ്ട്, അല്ലേ? സ്മാർട്ട് ക്ലാസ് ഉണ്ട്. ഓഡിയോ വിഷ്വൽ ക്ലാസ് റൂമുകളിൽ നിങ്ങൾ സാധാരണ സാറ് ക്ലാസ്സിൽ എടുക്കുന്ന പോലെയാണോ അവിടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുക? അല്ല, അങ്ങനെയല്ല വേണ്ടത്. പിന്നെയോ, അവിടെ വിഷ്വലൈസേഷനാണ്, പറയുന്നത് കാണുകയാണ്. അങ്ങനെ കണ്ടുപഠിക്കുന്ന സമയത്ത് ആ സാധനങ്ങൾ, ആ വസ്തുതകൾ വളരെയേറെ കാലം നമ്മളിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കും. അതൊരു പഠനം തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. കണ്ടറിയുന്ന കാര്യങ്ങളാണ് മറ്റെന്തിനേക്കാളും ഉപരി നമ്മുടെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുക. നമ്മൾ 9ാം ക്ലാസ്സിലേക്ക് ആവുന്ന സമയത്ത് ഹൃദയത്തിൻ്റെ ഘടനയും അതിൻ്റെ പ്രവർത്തനമൊക്കെ ഒരുപാട് തവണ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. പലപ്പോഴും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓറിക്കിളും വെൻട്രിക്കിളും ഒക്കെ മാറിപ്പോകുന്ന അവസ്ഥയുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ടീച്ചർ നിങ്ങളൊരു സ്മാർട്ട് ക്ലാസ് റൂമിൽ കൊണ്ടുപോയിട്ട് ഒരു ലൈവ് ഹാർട്ടിൻ്റെ ലൈവ് ആക്ടിവിറ്റി കാണിച്ചുകൊണ്ടാണ് പറഞ്ഞു തന്നിരുന്നതെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് സിനിമകൾ, വളരെ കാലങ്ങൾക്ക് മുമ്പ് കണ്ടുപോയ ഒരു സിനിമയുടെ സംഭവങ്ങൾ, പാട്ടുകൾ, ഡയലോഗുകളൊക്കെ നമുക്കെന്നും ഓർമ്മയുണ്ടാവാനുള്ള കാരണം അത് നമ്മൾ കേട്ടതോടൊപ്പം കണ്ടതുകൂടിയാണ്. അങ്ങനൊരു പ്രത്യേകതയുണ്ട്. അതാണ് കാഴ്ചയ്ക്കാണ് ഏറ്റവും പ്രധാനം എന്ന് നമ്മൾ പറയുന്നത്. കണ്ണാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവയവം എന്ന് പറഞ്ഞു. സോ നമുക്ക് ഈ ക്ലാസ്സിലൂടെ കണ്ണിൻ്റെ ഘടനയും അതിൻ്റെ പ്രവർത്തനവുമാണ് ചർച്ച ചെയ്യാനുള്ളത്. സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് ഐ. ഇപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്നു. സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് ഐ. കണ്ണ് കാണപ്പെടുന്നത്, കണ്ണിനൊരു പ്രത്യേക പൊസിഷനുണ്ട്. കണ്ണ് കാണപ്പെടുന്ന അതിൻ്റെ പ്രത്യേക പൊസിഷൻ്റെ പേര് ഐ സോക്കറ്റ് എന്നാണ്. നേത്രകോടരം. നിങ്ങൾ അസ്ഥികൂടം കാണുന്ന സമയത്ത് തലയിൽ മൂക്കിൻ്റെ 2 വശങ്ങളിലുമായി 2 ഹോള് കാണാൻ പറ്റും. ആ 2 ഹോള് കണ്ണിൻ്റെ സ്ഥാനമാണ്. ഐ സോക്കറ്റ് അഥവാ നേത്രകോടരം. ആ ഐ സോക്കറ്റിൽ 2 കണ്ണിനെയും ഉറപ്പിച്ചു വച്ചിരിക്കുകയാണ്. അതിനുള്ളിൽ ഉറപ്പിച്ചു വച്ചിരിക്കുക എന്നാൽ പെട്ടെന്ന് ഇങ്ങോട്ട് പോരാത്ത രീതിയിൽ ഉറപ്പിച്ചു വച്ചിരിക്കുന്നു. ബാഹ്യപേശികൾ ഉപയോഗിച്ചുകൊണ്ട്, കണ്ണുമായി ബന്ധപ്പെട്ട ബാഹ്യപേശികൾ ഉപയോഗിച്ചുകൊണ്ട് കണ്ണിനെ അവിടെ വലിച്ച് കെട്ടിവെച്ചിരിക്കുക. എക്സ്റ്റേണൽ മസിൽസ് ഉപയോഗിച്ചുകൊണ്ട് കണ്ണിനെ നേത്രകോടരത്തിൽ ഐ സോക്കറ്റിൽ ഉറപ്പിച്ചു വച്ചിരിക്കുന്നു. ഉറപ്പിച്ചു വയ്ക്കുക എന്ന് ഞാൻ പറയുന്നത് ഒട്ടും അനങ്ങാൻ കഴിയാത്ത രീതിയിൽ എന്നല്ല, മറിച്ച് കണ്ണിന് ഐ സോക്കറ്റിനകത്ത് വെച്ച് റോൾ ചെയ്യാം. അത് ഉരുളാറുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കണ്ണ് പലപ്പോഴും നമ്മുടെ ഐ പീപ്പിൾ, കൃഷ്ണമണി മുകളിലേക്കും താഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ കഴിയുന്നത് കൊണ്ടാണ്. പക്ഷെ പുറത്തേക്ക് പോരാത്ത രീതിയിൽ കണ്ണിനെ അവിടെ ഉറപ്പിച്ചു നിർത്തുന്നത് ഈ ബാഹ്യപേശികളാണ് എന്ന് ഓർക്കുക. അപ്പോൾ നേത്രകോടരം അഥവാ ഐ സോക്കറ്റ് എന്ന പൊസിഷനിലാണ്, സ്ഥാനത്താണ് കണ്ണ് കാണപ്പെടുന്നത്. കണ്ണ് വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമായതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് പ്രൊട്ടക്ഷൻസും ഉണ്ട്.
ഒരുപാട് പ്രൊട്ടക്ഷൻസ് നമുക്ക് കണ്ണിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊട്ടക്ഷൻ കൺപോളകൾ, ഐലിഡ്സ് ആണ്. ഏറ്റവും പുറമെയുള്ള കണ്ണിൻ്റെ പ്രൊട്ടക്ഷൻ ഐലിഡ്സ് അഥവാ കൺപോളകളാണ്. തീർച്ചയായും നമുക്കറിയാം, നമുക്ക് എന്തെങ്കിലും ഒരു വസ്തു, സുഹൃത്തിൻ്റെ കൈയോ അല്ലെങ്കിൽ എന്തൊരു കല്ലോ ഒരു പ്രാണിയോ നമ്മുടെ കണ്ണിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അറിയുന്നതിന് മുൻപേ, നമ്മൾ ഓർക്കുന്നതിന് മുൻപേ കൺപോള അടഞ്ഞിട്ടുണ്ട്. ഒരു ഷട്ടർ ഇടുന്ന പോലെയാണ്, ഒരു കടയ്ക്ക് ഷട്ടർ ഇടുന്ന പോലെ നമ്മുടെ ആ കൺപോള അടഞ്ഞു പോകും. കൺപോള അടയുമ്പോൾ ആ പ്രാണി വന്ന് തട്ടുക കൺപോളയ്ക്കാണ്. കണ്ണിൻ്റെ അകത്തേക്ക് ആ പ്രാണി വരാതിരിക്കാൻ ഒരു പരിധിവരെ, എപ്പോഴും സംഭവിച്ചു കൊള്ളുന്നില്ല എങ്കിലും ഒരു പരിധിവരെ അത് സഹായിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പുറമെയായി കാണപ്പെടുന്ന കണ്ണിൻ്റെ സംരക്ഷണ കവചമാണ് കൺപോളകൾ അഥവാ ഐലിഡ്സ് എന്ന് പറയുന്നത്. 2, ഐലാഷസ്, കൺപീലികൾ. കൺപോളയോട് ചേർന്ന് കാണപ്പെടുന്ന കൺപീലികൾ കണ്ണിനെ ഒരു പരിധിവരെ, ഇപ്പോൾ പ്രാണികളിൽ നിന്നൊക്കെ, പ്രാണികളൊക്കെ കണ്ണിലേക്ക് വരുന്നതിൽ നിന്ന് ഒരു പരിധിവരെ കണ്ണിനെ സംരക്ഷിക്കുന്നതിന് ഐലാഷസ് അഥവാ കൺപീലികൾ സഹായിക്കുന്നു. 3, ഐബ്രോ, കൺപുരികം, മുകളിലായി കാണപ്പെടുന്ന കൺപുരികം. കൺപുരികവും കണ്ണിന് സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്ന ഒരു ഓർഗനാണ്. ഇപ്പോൾ കൺപുരികത്തിന് വേണ്ടത്ര ഈ പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ അങ്ങനെ ഇല്ല. പക്ഷേ പഴയ കാലത്തൊക്കെ ശരിക്കും പുരികം, പുരികവരമ്പ്, നമ്മുടെയൊക്കെ വളരെ പുരാതനായ മനുഷ്യവർഗം ജീവിച്ചിരുന്ന, കാട്ടിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലൊക്കെ ഈ പുരികം മുന്നോട്ട് തള്ളിയ രൂപത്തിലായിരുന്നു. മുന്നോട്ട് തള്ളിയ രൂപത്തിലുള്ള പുരികത്തിനകത്താണ് കണ്ണ്. അപ്പോൾ ഈ കമ്പും ചുള്ളിയൊക്കെ തട്ടിയിട്ട് കണ്ണിന് അപകടമേൽക്കാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷനായിട്ട്, ഒരു ബാഹ്യമായ കവചമായിട്ട് എന്ത് കണ്ടിരുന്നു, ഈ ഐബ്രോ അഥവാ പുരികങ്ങൾ, കൺപുരികങ്ങൾ പ്രവർത്തിച്ചിരുന്നു എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതും അതിൻ്റെ ഒരു ഭാഗമാണ്, ഒരു സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്നു എന്നാണ്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട സംവിധാനം പറയുന്നത്, ഈ കൺപുരികം കഴിഞ്ഞാൽ അടുത്ത സംരക്ഷണ കവചം കണ്ണുനീരാണ്. കവചം അല്ലെങ്കിലും കണ്ണുനീര്, കണ്ണിനെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന മറ്റൊരു സംവിധാനമാണ് കണ്ണുനീര്. കണ്ണുനീര് എപ്പോഴും എല്ലാ സമയത്തും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലൂയിഡാണ്. പോളയുടെ ഉൾവശത്തായി, മുകളിലെ കൺപോളയുടെ ഉൾവശത്തായിട്ട് കണ്ണുനീർ ഗ്രന്ഥികൾ തന്നെയുണ്ട്, ടിയർ ഗ്ലാൻഡ്സ്. അപ്പോൾ എല്ലായ്പ്പോഴും കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന കണ്ണുനീരാണ്, ടിയേഴ്സാണ് കണ്ണിനെ വെറ്റ്നെസ്, അതിൻ്റെ നനവ്, ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നത് ഈ കണ്ണുനീരാണ് എന്നോർക്കുക. അതോടൊപ്പം തന്നെ കണ്ണുനീരിന് മറ്റൊരു കഴിവ് കൂടെയുണ്ട്, ആൻറ്റി ബാക്ടീരിയൽ കപ്പാസിറ്റി. രോഗാണുക്കളെ നശിപ്പിക്കുവാനുള്ള സവിശേഷമായ ഒരു കഴിവ് നമ്മുടെ കണ്ണുനീരിനുണ്ട്. അതിന് കാരണം കണ്ണുനീരിൽ അടങ്ങിയിട്ടുള്ള ലൈസോസോം എന്നറിയപ്പെടുന്ന ഒരു രാസാഗ്നിയാണ്. ലൈസോസോം എന്ന രാസാഗ്നി കണ്ണുനീരിൽ അടങ്ങിയിട്ടുണ്ട്. അത് രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള ആൻറ്റി ബാക്ടീരിയലായിട്ടുള്ള ഒരു പദാർത്ഥമാണ്. അപ്പോൾ ഇതും കണ്ണിനെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന മറ്റൊരു സംവിധാനമാണ് എന്ന് പറയാം. മറ്റൊരു സംവിധാനം കൂടെയുണ്ട്, അത് നേത്രാവരണം, കൺജക്റ്റൈവ. നേത്രാവരണം അഥവാ കൺജക്റ്റൈവ ഈ മുന്നിൽ കാണുന്ന ഭാഗങ്ങളൊഴികെ, മുന്നിലേക്ക് കാണുന്ന ഭാഗങ്ങളൊഴികെ ബാക്കി എല്ലാ ഭാഗത്തെയും ആവരണം ചെയ്തുകൊണ്ട് കാണുന്ന ഒരു എക്സ്റ്റേണൽ പ്രൊട്ടക്ഷനാണ് കൺജക്റ്റൈവ അഥവാ നേത്രാവരണം എന്ന് പറയുന്നത്. കണ്ണിൻ്റെ ഏറെക്കുറെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറയാം. അപ്പോൾ കൺപോളകളുണ്ട്, ഐലിഡ്സ് ഉണ്ട്, ഐലാഷസ് അഥവാ കൺപീലികളുണ്ട്, ഐബ്രോ അഥവാ പുരികങ്ങളുണ്ട്, കൺപുരികങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ കണ്ണുനീരുണ്ട്, അല്ലേ, നേത്രാവരണം അഥവാ കൺജക്റ്റൈവയുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നാണ് കണ്ണിനെ സംരക്ഷിച്ച് നിർത്തുന്നത് എന്ന് ഓർക്കുക. അപ്പോൾ ഇത്രയേറെ സംരക്ഷണ സംവിധാനങ്ങളുള്ള ഒരു ഓർഗനാണ് കണ്ണ്. അതിൽ നിന്ന് തന്നെ കണ്ണ് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഓർക്കാവുന്നതാണ് എന്നുള്ളതാണ്. ഓക്കെ, ആ കണ്ണിൻ്റെ ഘടനയിലേക്കാണ്, സ്ട്രക്ചർ ഓഫ് ഐ ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് പോർഷൻ. നോക്കൂ, സ്ട്രക്ചർ ഓഫ് ഐയിൽ കണ്ണിന് മുഴുവനായി വരച്ചു വച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് ഉൾപ്പെടെ വരച്ചെടുക്കാൻ ചോദിക്കാവുന്ന ഒരു പിക്ചർ കൂടിയാണ് കണ്ണ്. ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു ഭാഗം കൂടിയാണ് കണ്ണ്, അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കണ്ണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒരു 3 ലെയേർഡ് വോൾ ഉപയോഗിച്ചുകൊണ്ടാണ്. 3 ലെയറുകളോട് കൂടിയ
3 പാളികളോട് കൂടിയ ഒരു ഭിത്തി ഉപയോഗിച്ചുകൊണ്ടാണ് കണ്ണ് നിർമ്മിച്ചിരിക്കുന്നത്. നേത്രഭിത്തിക്ക് 3 പാളികളുണ്ട്. അതിൽ ഏറ്റവും പുറമെയായി കാണപ്പെടുന്ന പാളിയുടെ പേര്, ഏറ്റവും പുറമെയുള്ള പാളിയുടെ പേര് ദൃഢപടലം എന്നാണ്. ദൃഢപടലം അഥവാ സ്ക്ലീറ, മറ്റൊരു പേരുന്ന സ്ക്ലീറ. ദൃഢപടലം അഥവാ സ്ക്ലീറയാണ് നേത്രഗോളത്തിൻ്റെ ഐബോളിൻ്റെ ഏറ്റവും പുറമേയായി കാണപ്പെടുന്ന ഭാഗം. ദൃഢപടലം അഥവാ സ്ക്ലീറ. ദൃഢപടലം ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ്. എന്താണ്? ഇത് ദൃഢമാണ്, കട്ടി കൂടിയതാണ്. ദൃഢപടലം, കട്ടി കൂടിയ പാളി എന്നാണ്. മാത്രമല്ല ഇറ്റ് ഈസ് വൈറ്റ് ഇൻ കളർ, വെളുത്ത നിറത്തിൽ കാണപ്പെടുന്നു. നിങ്ങൾക്ക് ഏതാണ്ട് ഇതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഈ കണ്ണിൽ പുറമേക്ക് കാണപ്പെടുന്ന വെളുത്ത നിറത്തോടു കൂടിയ ഭാഗമാണ് സ്ക്ലീറ അഥവാ ദൃഢപടലം എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ലെയറാണ്, മോസ്റ്റ് എക്സ്റ്റേണൽ ലെയറാണ് ദൃഢപടലം. ഏറ്റവും പുറമെയായി കാണപ്പെടുന്ന കട്ടി കൂടിയ വെളുത്ത നിറത്തോടു കൂടിയ ഭാഗമാണ് ദൃഢപടലം എന്ന് പറയുന്നത്. ഏറ്റവും പുറമെയായി കാണപ്പെടുന്ന നേത്രഗോളത്തിൻ്റെ ഭാഗമായി പറയുന്നത് ദൃഢപടലം അഥവാ സ്ക്ലീറയാണ്. വെളുത്ത നിറത്തിലാണ്, പിന്നെ കട്ടി കൂടിയതാണ്. ഓക്കെ, ആ രീതിയിൽ കാണപ്പെടുന്ന ഭാഗമാണ് ദൃഢപടലം എന്ന് പറയുന്നത്. നോക്കൂ, ദൃഢപടലം ഞാൻ പറഞ്ഞത് ഒപ്പൈക്കാണ്. എന്താണ്? അദാര്യമാണ്. ദൃഢപടലത്തിന് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഇതിലൂടെ പ്രകാശരശ്മികൾ അകത്തേക്ക് പ്രവേശിക്കുന്നില്ല എന്നൊരു ഒരു പ്രത്യേകത കൂടെയുണ്ട്. ദൃഢപടലം ഒപ്പൈക്കാണ് എന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടത് ഒപ്പൈക്കാണ് അല്ലെങ്കിൽ അദാര്യമാണ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, പൂർണ്ണമായും അദാര്യമല്ല. അങ്ങനെ നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത് മാത്രമാണ്. കാരണം എന്താ വെച്ചാൽ ദൃഢപടലത്തിൻ്റെ മുന്നിലേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം, മുന്നിലേക്ക് തള്ളി നിൽക്കുന്ന ഇത്രയും ഭാഗം, ഇത് ദൃഢപടലം തന്നെയാണ്. ഇത്രയും ഭാഗത്തിൻ്റെ പേര് കോർണിയ എന്നാണ്. ദൃഢപടലത്തിൻ്റെ മുന്നിലേക്ക് തള്ളി നിൽക്കുന്ന ഭാഗമാണ് കോർണിയ. അപ്പം ദൃഢപടലം മുഴുവനായിട്ട് കാണപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും മുന്നിൽ കാണപ്പെടുന്ന കുറച്ച് ഭാഗത്തിന് കോർണിയ എന്നാണ് പറയുന്നത്. കോർണിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കോർണിയ സുതാര്യമാണ്, ട്രാൻസ്പെറൻ്റ് ആണ്. എന്തിൻ്റെ ഭാഗമാണ്? ദൃഢപടലത്തിൻ്റെ തന്നെ ഭാഗമായ കോർണിയ ട്രാൻസ്പെറൻ്റ് ആണ്. ഇതിലൂടെ പ്രകാശം ഉള്ളിലേക്ക് വരും. അപ്പോൾ നമ്മൾ ദൃഢപടലം പൂർണ്ണമായും ഒപ്പൈക്കാണ്, അദാര്യമാണെന്ന് പറയാൻ പറ്റില്ല. ഏതൊഴികെ? കോർണിയ ഒഴികെ ദൃഢപടലത്തിൻ്റെ ബാക്കി ഭാഗം അദാര്യമാണ്, ഒപ്പൈക്കാണ് എന്ന് പറയാം. കോർണിയ സുതാര്യമായ ഭാഗമാണ്. അതിലൂടെ പ്രകാശം അകത്തേക്ക്, അതിലൂടെയേ പ്രകാശം അകത്തേക്ക് വരൂ. അപ്പോൾ കാഴ്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഭാഗമാണ് കോർണിയ. അങ്ങനെ കോർണിയ അദാര്യമായി പോയാൽ, ഇതും ഒപ്പൈക്കായി പോയാൽ പിന്നെ കാഴ്ചയില്ല. എന്നാൽ പ്രകാശം അകത്തേക്ക് വന്നാലേ കാഴ്ചയുണ്ടാകൂ. പ്രകാശം അകത്തേക്ക് വരണമെങ്കിൽ ഏറ്റവും പുറമേയുള്ള ദൃഢപടലത്തിലൂടെ വരണം, കോർണിയയിലൂടെ വരണം. അപ്പോൾ കോർണിയ കൂടെ അദാര്യമായാൽ പിന്നെ കാഴ്ച എന്ന പ്രവർത്തനത്തിന് സാധ്യതയില്ല എന്നുള്ളതാണ് കേസ്. ഓക്കെ, ഇനി കോർണിയ നമുക്ക് കാണാവുന്ന ഭാഗമാണ്. ഈ വെള്ള ഗോളത്തിനകത്ത് ഏറ്റവും നടുക്കായിട്ടൊരു കറുത്ത വട്ടം കാണാമല്ലോ, ബ്ലാക്ക് പോർഷൻ. ആ ബ്ലാക്ക് പോർഷനാണ് കോർണിയ. വലുപ്പത്തിൽ കാണുന്ന ബ്ലാക്ക് പോർഷനെയാണ് കോർണിയ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ഭാഗങ്ങളിലൂടെ മാത്രമേ പ്രകാശം വരുന്നുള്ളൂ. അതൊഴികെ ബാക്കി ഭാഗങ്ങളൊക്കെയും എന്താണ്? അദാര്യമാണ് എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അതാണ് കോർണിയ എന്ന് പറയുന്നത്. ഇനി നോക്കൂ, രണ്ടാമത്തെ ഭാഗം, നേത്രഗോളത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിൻ്റെ പേര് രക്തപടലം എന്നാണ്, അഥവാ കോറോയിഡ് ലെയർ. രക്തപടലം അഥവാ കോറോയിഡ് ലെയറാണ് രണ്ടാമത്തെ ഭാഗം. മധ്യപാളി എന്ന് പറയും. കാരണം 3 പാളികളാണ് സാധാരണ കണ്ണിന് കാണപ്പെടുന്നത്. അതിൽ മധ്യപാളിയാണ് രക്തപടലം അഥവാ കോറോയിഡ് ലെയർ. എന്താണ് കോറോയിഡ് ലെയറിൻ്റെ പ്രത്യേകത? നോക്കൂ, രക്തപടലം ഒരു പ്രത്യേകത നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. എന്താണത്? രക്തം നിറഞ്ഞിരിക്കുന്നു. രക്തലോമികകളാൽ, കാപ്പിലറീസ്, ബ്ലഡ് കാപ്പിലറീസ് നിറഞ്ഞിരിക്കുന്ന ഭാഗമാണ് രക്തപടലം.
ധാരാളം രക്തക്കുഴലുകളാൽ നിർമ്മിതമാണ് രക്തപടലം എന്ന് പറയുന്നത്. അതുതന്നെയാണ് അതിൻ്റെ പ്രത്യേകത. രക്തപടലം രക്തക്കുഴലുകളാൽ നിർമ്മിതമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും രക്തപടലത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ധർമ്മം എന്തായിരിക്കാം? രക്തത്തിൻ്റെ ധർമ്മം എന്താ? വിവിധ ഭാഗങ്ങൾക്ക് ആവശ്യമായ ഓക്സിജനെയും പോഷകങ്ങളെയും എത്തിക്കുക ആണല്ലോ. നിങ്ങൾ നേരത്തെ പഠിച്ചാണത്. അത് തന്നെയാണ് ഇവിടെയും രക്തപടലം നിർവഹിക്കുന്നത്. കണ്ണിൻ്റെ കലകൾക്ക് ആവശ്യമായ ഓക്സിജനെയും പോഷകങ്ങളെയും എത്തിക്കുന്നത്, കണ്ണിൻ്റെ കലകളിൽ ഉണ്ടാകുന്ന വിസർജ്യ വസ്തുക്കളെ സമയാസമയങ്ങളിൽ മാറ്റുന്നത് തീർച്ചയായും രക്തപടലത്തിലൂടെ ഒഴുകുന്ന രക്തമാണ്. ഓക്കെ, അപ്പോൾ കണ്ണിൻ്റെ മധ്യപാളിയായ രക്തപടലം രക്തക്കുഴലുകളാൽ, ബ്ലഡ് കാപ്പിലറീസിനാൽ നിർമ്മിതമാണ്. ഇതിലൂടെ ഒഴുകുന്ന രക്തത്തിൽ നിന്നുമാണ് കണ്ണ് നരിഷ് ചെയ്യുന്നത്. കണ്ണിന് ആവശ്യമായ ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ആർ സപ്ലൈഡ് ത്രൂ ദ ബ്ലഡ് കാപ്പിലറീസ് ഓഫ് കൊറോയിഡ് ലെയർ. രക്തപടലത്തിലുള്ള രക്തക്കുഴലുകളിലൂടെ ഒഴുകുന്ന രക്തത്തിൽ നിന്നാണ് കണ്ണിൻ്റെ കലകൾക്ക് ആവശ്യമായ ഓക്സിജനും പോഷകങ്ങളും ലഭിക്കുന്നത്. ഇത് നോക്കൂ, രക്തപടലത്തിൻ്റെ പ്രത്യേകത നോക്കുക. രക്തപടലം ഏതാണ്ട് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. പൂർണ്ണമായി കോർണിയായുടെ ഭാഗത്തേക്ക് രക്തപടലമില്ല. രക്തപടലം ഏതാണ്ട് ഈ ഭാഗത്ത് അവസാനിക്കുന്നു. ഇവിടെ കോർണിയയ്ക്ക് പിറകിലായി രക്തപടലത്തിൻ്റെ തള്ളി നിൽക്കുന്നൊരു ഭാഗം കാണാൻ പറ്റും, ഒരു പ്രൊജക്റ്റഡ് പോർഷൻ. ഈ തള്ളി നിൽക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ഐറിസ് എന്ന് പറയുന്നത്. രക്തപടലത്തിൻ്റെ കോർണിയയ്ക്ക് പിറകിലായുള്ള ഭാഗത്തെയാണ് ഐറിസ്. അത് കോർണിയയുടെ ഭാഗം തന്നെ എന്ന് ഓർത്തു വയ്ക്കുക, ഐറിസ് എന്ന് പറയുന്നത്. ഐറിസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഐറിസ് ഇരുണ്ട നിറത്തോടി കാണപ്പെടുന്ന ഭാഗമാണ്. ഐറിസിലും ഈ രക്തപടലത്തിലും കൊറോയിഡ് ലെയറിലും ഒരു മെലാനിൻ എന്നറിയപ്പെടുന്ന ഒരു കളർ പിഗ്മെൻറ്റ്, ഒരു വർണ്ണകണം കാണപ്പെടുന്നുണ്ട്. പൊതുവിൽ രക്തപടലത്തിൽ കാണപ്പെടുന്ന ഒരു വർണ്ണകണമാണ് മെലാനിൻ. അത് ഐറിസിലുണ്ട്. ആ മെലാനിൻ്റെ സാന്നിധ്യം, പ്രസൻസ് ഓഫ് മെലാനിൻ ആണ് ഐറിസിന് ഇരുണ്ട നിറം നൽകാൻ കാരണമാകുന്നത്. ഇതിൻ്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസത്തിനനുസരിച്ച്, എന്തിൻ്റെ? മെലാനിൻ്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾക്കനുസരിച്ചാണ് കണ്ണിന് നിറവ്യത്യാസം സംഭവിക്കുക. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും, അപൂർവം ചില ആളുകളുടെയെങ്കിലും കോർണിയ മറ്റുള്ളവരുടെ കോർണിയ പോലെ ആയിക്കൊള്ളുന്നില്ല. നീല നിറമുള്ള കോർണിയ ഉള്ള ആളുകളുണ്ട്, ചാരനിറത്തോടു കൂടിയ ആളുകളുണ്ട്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ, അല്ലെ, ബഹുഭൂരിപക്ഷം ആളുകളും ഇരുണ്ട നിറത്തോടു കൂടിയ കോർണിയുള്ള ആളുകളാണ്. അപൂർവം ചില ആളുകളുടെ കോർണിയയ്ക്ക് നിറവ്യത്യാസം സംഭവിക്കുന്നുവെങ്കിൽ അതിന് കാരണം ഐറിസിലെ മെലാനിൻ്റെ അളവിലുണ്ടാകുന്ന വ്യതിയാനമാണ്. കാഴ്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെലാനിന് ബന്ധമില്ല. അതുകൊണ്ട് കളറിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. മെലാനിനും കാഴ്ചയുമായിട്ട് ബന്ധമില്ല. മെലാനിൻ ഉള്ളതുകൊണ്ട് അത് ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു എന്നുള്ളതാണ് കാര്യം. ഓക്കെ, അപ്പോൾ അതാണ് രക്തപടലത്തിൻ്റെ അഥവാ കൊറോയിഡ് ലെയറിൻ്റെ കാര്യം പറയുന്നത്. കണ്ണിൻ്റെ മധ്യപാളിയാണ്, മിഡിൽ ലെയർ ഓഫ് ഐബോൾ ആണ് രക്തപടലം അഥവാ കൊറോയിഡ് ലെയർ എന്ന് പറയുന്നത്. അത് കണ്ണിൻ്റെ കലകൾക്ക് ആവശ്യമായ ഓക്സിജനെയും പോഷകങ്ങളെയും സപ്ലൈ ചെയ്യാൻ സഹായിക്കുന്നു. കോർണിയയ്ക്ക് പിറകിലായുള്ള രക്തപടല കൊറോയിഡിൻ്റെ ഭാഗത്തെയാണ് ഐറിസ് എന്ന് പറയുന്നത്. ഐറിസിൽ അടങ്ങിയിട്ടുള്ള മെലാനിൻ എന്ന കളർ പിഗ്മെൻറ്റ്, വർണ്ണകണം, ഐറിസിനും രക്തപടലത്തിനും ഇരുണ്ട നിറം നൽകാൻ കാരണമാവുകയും ചെയ്യുന്നു. ഇനി നോക്കൂ, അടുത്ത ഭാഗം എന്ന് പറയുന്നത്, നമുക്ക് ഐറിസിൻ്റെ പിറകിലായി കണ്ണിൽ ഒരു ലെൻസ് കാണാൻ പറ്റും. ഐറിസിൻ്റെ പിറകിലായി ഒരു ലെൻസ് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇതെന്ത് ലെൻസാണ്? കോൺകേവ് ആണോ, ബൈകോൺകേവ് ആണോ, ബൈകോൺവെക്സ് ആണോ, കോൺവെക്സ് ആണ്? നമുക്ക് സാധാരണഗതിയിൽ എങ്ങനെ പറഞ്ഞു വയ്ക്കാം? ഇത് കോൺവെക്സ് ലെൻസ് ആണ്. ഒരു കോൺവെക്സ് ലെൻസ് കാണുന്നുണ്ട്, ഒരു ലെൻസ് കാണുന്നു, കണ്ണിലൊരു ലെൻസ് കാണുന്നുണ്ട്, പവർഫുൾ ലെൻസ് കാണുന്നുണ്ട്. അതെവിടെയാണ്? ഐറിസിൻ്റെ പിറകിലായി ഒരു ലെൻസ് കാണപ്പെടുന്നു, ഒരു കോൺവെക്സ് ലെൻസ് കാണപ്പെടുന്നു. ആ കോൺവെക്സ് ലെൻസ് ഒരു പർട്ടിക്കുലർ പൊസിഷനിലാണ്, ഒരു പ്രത്യേക ഭാഗത്ത് ഉറപ്പിച്ചു വച്ചിരിക്കുകയാണ്. സ്നായുക്കൾ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക മസിൽസ് ഉപയോഗിച്ചുകൊണ്ട്, ലിഗ്മെൻറ്റ്സ്
എന്ന മസിൽസ് ഉപയോഗിച്ചുകൊണ്ട് കണ്ണിനെ അതിൻ്റെ ഭാഗത്ത് ഉറപ്പിച്ചു വച്ചിരിക്കുകയാണ്. ലിഗമെന്റ്സ് അഥവാ സ്നായുക്കൾ എന്നറിയപ്പെടുന്ന ചില ത്രെഡ് ഉപയോഗിച്ചുകൊണ്ട്, ചില നാരുകൾ ഉപയോഗിച്ചുകൊണ്ട് ലെൻസിനെ അതിൻ്റെ ഭാഗത്ത് ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്നുണ്ട്. കൂടാതെ ലെൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണുന്ന മറ്റൊരു പേശിയാണ്, മസിലാണ് സീലിയറി മസിൽ എന്ന് പറയുന്നത്. ലെൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സീലിയറി മസിൽസ് കാണുന്നുണ്ട്. ഈ സീലിയറി മസിൽസിൻ്റെ പ്രത്യേകത, സീലിയറി മസിലാണ് ലെൻസിൻ്റെ സ്ട്രക്ചർ വ്യത്യാസപ്പെടുത്താൻ സഹായിക്കുന്നത്. ലെൻസിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കർവേച്ചർ, കോൺവെക്സിറ്റിയാണ്, വക്രാകൃതിയാണ്, ഏതാണ്ട് ഉരുണ്ടിട്ടാണ് കാണപ്പെടുന്നത്. അതിനാ പറയുന്ന പേര് കർവേച്ചർ, വക്രാകൃതി എന്നാണ്. നമ്മുടെ ലെൻസിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ അങ്ങാടിയിൽ നിന്ന് വാങ്ങുന്ന ലെൻസാണെങ്കിൽ നമ്മൾ ഇന്ന് വാങ്ങുന്ന ലെൻസ് 100 കൊല്ലം കഴിഞ്ഞാലും അതിൻ്റെ ആകൃതി മാറുന്നില്ല. പക്ഷെ നമ്മുടെ ലെൻസ് അങ്ങനെയല്ല. നമ്മുടെ ലെൻസ് നിരന്തരമായി രൂപമാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ കർവേച്ചർ നിരന്തരമായി വ്യത്യാസപ്പെടുന്നുണ്ട്. ആ കർവേച്ചർ വ്യത്യാസപ്പെടാനുള്ള കാരണം എന്താണ്? ലെൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണുന്ന സീലിയറി മസിൽസ് ആണ്, സീലിയറി പേശികളാണ്. മനസ്സിലായല്ലോ? ലെൻസിനെ അതിൻ്റെ പൊസിഷനിൽ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്നത് സ്നായുക്കൾ അഥവാ ലിഗമെന്റ്സ് ആണ്. ലെൻസിൻ്റെ പൊസിഷൻ, അതിൻ്റെ വക്രത, അതിൻ്റെ സ്ട്രക്ചർ ഓഫ് ലെൻസ് വ്യത്യാസപ്പെടുത്താൻ സഹായിക്കുന്നത് സീലിയറി മസിൽസ് ആണ്. സീലിയറി മസിൽസിൻ്റെ ഇൻവോളണ്ടറി, അനൈച്ഛികമായ പ്രവർത്തന ഫലമായി ലെൻസ് ചെറുതാവുകയോ വലുതാവുകയോ ചെയ്യാം. അങ്ങനെ ലെൻസിൻ്റെ വലുപ്പത്തിലുണ്ടാകുന്ന, ആകൃതിയിലുണ്ടാകുന്ന മാറ്റം കാഴ്ചയെ സഹായിക്കും. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. തൽക്കാലം ഭാഗങ്ങൾ മാത്രം പരിചയപ്പെടുത്തി പോവാം. നമ്മൾ കാഴ്ചയുടെ ഭാഗത്തെത്തുമ്പോൾ നമുക്കത് ഈ കാര്യം നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം, എങ്ങനെ കാഴ്ച സാധ്യമാകുന്നു എന്ന് പറയുന്ന സമയത്ത്. ഓക്കെ, ഇതാണ് ലെൻസിൻ്റെ കാര്യം പറയാനുള്ളത്. ഇനി നോക്കൂ, മറ്റൊരു പോർഷൻ പറയാനുള്ളത് നമ്മുടെ ഐറിസിൻ്റെ നടുവിലായി, നേരത്തെ പറഞ്ഞ ഐറിസിൻ്റെ നടുവിലായി നിങ്ങൾക്കൊരു ഹോള് കാണാൻ പറ്റുന്നുണ്ട്, ഒരു അപ്പേർച്ചർ, ഒരു ഒഴിഞ്ഞ ഭാഗം കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒഴിഞ്ഞ ഭാഗം, ഇത്രയും ഭാഗത്തെയാണ് ഇവിടെ കാണപ്പെടുന്ന ഇത്രയും ഭാഗത്തിന് നമ്മൾ കൊടുക്കുന്ന പേരാണ് പ്യൂപ്പിൾ. കൃഷ്ണമണി, കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നൊരു വാക്കുണ്ട്. ആ വാക്ക് വരാനുള്ള കാരണം എനിക്ക് തോന്നുന്നത് ഏറ്റവും നടുക്കായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് പ്യൂപ്പിൾ. അപ്പോൾ ഏറ്റവും നടുക്കുള്ളതിന് സംരക്ഷണം കൂടുമല്ലോ, അതുകൊണ്ടായിരിക്കാം അങ്ങനെ ടേം വന്നിരിക്കുന്നതെന്ന് വിചാരിക്കും നമുക്ക്. എന്തായാലും ഐ പ്യൂപ്പിൾ, കൃഷ്ണമണി എവിടെ കാണപ്പെടുന്നു? നമ്മുടെ ഐറിസിൻ്റെ നടുവിലായി കാണപ്പെടുന്ന ഒരു ഹോളാണ്, ഒരു അപ്പേർച്ചറാണ് ലെൻസ് പ്യൂപ്പിൾ അഥവാ കൃഷ്ണമണി എന്ന് പറയുന്നത്. കൃഷ്ണമണിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കൃഷ്ണമണിയും വലുപ്പം നിരന്തരമായി വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനാണ്. ഒരേ വലുപ്പമല്ല, നമുക്കത് കണ്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. നമ്മുടെ സുഹൃത്തിൻ്റെയോ വീട്ടിലുള്ള ആരുടെയെങ്കിലും കണ്ണിലേക്ക് ഒരു ടോർച്ച്, അല്പം പവറുള്ള ഒരു ടോർച്ച് ലൈറ്റ് ടോർച്ച് അടിച്ചിട്ട് അവരുടെ ഈ കോർണിയയിലേക്ക് സൂക്ഷിച്ചു നോക്കുക. കോർണിയായുടെ നടുക്കായി, പ്യൂപ്പിളിൻ്റെ പൊസിഷൻ കാണുക, ഈ കോർണിയായുടെ ഏറ്റവും നടുക്കായി ഒരു ബ്ലാക്ക് ഡോട്ട് കാണാം. ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ആ ബ്ലാക്ക് ഡോട്ടാണ് എന്ത്? കൃഷ്ണമണി, ഐ പീപ്പിൾ എന്ന് പറയുന്നത്. കോർണിയ വലിയ ബ്ലാക്ക് പോർഷനാണ്. ആ ബ്ലാക്ക് പോർഷൻ്റെ ഏതാണ്ട് സെൻറ്ററിലായി കാണപ്പെടുന്ന ബ്ലാക്ക് ഡോട്ടിനെയാണ് കൃഷ്ണമണി, ഐ പീപ്പിൾ എന്ന് പറയാം. ആ ഐ പീപ്പിൾ ശ്രദ്ധിച്ചുകൊണ്ട് സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ വീട്ടുകാരുടെ കണ്ണിലേക്ക് ടോർച്ച് അടിച്ച് നോക്കിയാൽ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുക, ഐ പീപ്പിൾ ചുരുങ്ങി ചെറുതാവും. ഇനി അതേ പേഴ്സണോട്, അതേ ആളെ കൊണ്ട് നിങ്ങൾ കുറച്ച് വെളിച്ചം അധികം ഇല്ലാത്തൊരു സ്ഥലത്തൊരു വസ്തു നിർത്തിയിട്ട് അവരെ കണ്ണ് ശ്രദ്ധിക്കുക. വെളിച്ചമില്ലാത്ത റൂമിൽ വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് വായിക്കാൻ പറയാം. അങ്ങനെ വായിക്കാൻ പറയുമ്പോൾ അവരുടെ കണ്ണ് ശ്രദ്ധിച്ചാൽ ഇതേ ഐ പീപ്പിൾ മാക്സിമം വലുതാവുന്നുണ്ടാവും. അപ്പോൾ സ്ട്രക്ചർ ഓഫ് സൈസ് ഓഫ് ഐ പീപ്പിൾ കണ്ടിന്യൂസ്ലി ഡിക്രീസസ് ഓർ ഇൻക്രീസസ്. അത് തുടർച്ചയായി വലുതാവുകയും ചെറുതാവുകയും സങ്കോചിക്കുകയും വികാസം പ്രാപിക്കുകയും ചെയ്യുന്നു. അതാണ് വാക്ക്. സങ്കോച വികാസങ്ങൾ, കോൺട്രാക്ഷൻ ആൻഡ് എക്സ്പാൻഷൻ. എന്തിന്? ഐ പീപ്പിൾ.
അക്കോർഡിംഗ് ടു ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് കൃഷ്ണമണി ചെറുതാവുകയോ വലുതാവുകയോ ചെയ്യുന്നു. അക്കോർഡിംഗ് ടു ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഐ പ്യൂപ്പിൾ ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം, എക്സ്പാൻഡ് ചെയ്യാം, കോൺട്രാക്റ്റ് ചെയ്യാം. കണ്ണിലേക്ക് പ്രകാശം ഉണ്ടെങ്കിലേ കാഴ്ചയുണ്ടാവും, നമുക്കൊരു സംശയമില്ല കാര്യത്തിൽ. അതുകൊണ്ട് നമുക്ക് ഇരുട്ടത്ത് കാണാൻ പറ്റാത്തതുകൊണ്ട്, പ്രകാശം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ പ്രകാശം നിർബന്ധമാണ്. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ പ്രകാശം കൂടിയാലും പ്രശ്നമാണ്. അപ്പോൾ നല്ല വെളിച്ചമുള്ള സമയത്ത്, നല്ല പ്രകാശമുള്ള സമയത്ത് നിങ്ങൾ സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ കുറച്ച് നേരം സൂര്യൻ്റെ നേരെ നോക്കിയിട്ട് ഒന്ന് വേറെ പുറമേക്ക് നോക്കൂ, നമുക്കൊരു മങ്ങിച്ചുണ്ടാവും. പ്രകാശം ഇല്ലായിട്ടാണോ? അല്ല, ഇഷ്ടംപോലെ പ്രകാശം വന്നല്ലോ. അപ്പോൾ പ്രകാശം ഒരു പരിധിക്ക് അപ്പുറത്തേക്കായാലും കാഴ്ച വികലമാകും, പാടില്ല. അത് കണ്ണിനകത്ത് വേറെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സോ കണ്ണിനകത്തേക്കുള്ള പ്രകാശത്തിൻ്റെ പ്രവേശനത്തെ ക്രമീകരിക്കാനുള്ള സംവിധാനമാണ് ഈ ഐ പീപ്പിളിൻ്റെ ചുരുങ്ങലും വികസിക്കലും. ഇഫ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഇൻക്രീസസ്, പുറത്ത് ലൈറ്റിൻ്റെ തീവ്രത കൂടുതലാണെങ്കിൽ ഐ പ്യൂപ്പിൾ കോൺട്രാക്ട്സ്, ചുരുങ്ങുന്നു. ഇഫ് ദ ലൈറ്റ് ഇൻറ്റൻസിറ്റി ഡിക്രീസസ്, ലൈറ്റ് കുറവാണെങ്കിൽ ഐ പീപ്പിൾ എക്സ്പാൻഡ്സ്, അത് വികസിക്കുന്നു. അപ്പോൾ സൈസ് ഓഫ് ഐ പ്യൂപ്പിൾ ഡിപ്പെൻഡിങ് ഓൺ ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. പ്യൂപ്പിളിൻ്റെ വലുപ്പം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ലൈറ്റിൻ്റെ പ്രകാശത്തിൻ്റെ തീവ്രതയെ അടിസ്ഥാനമാക്കിയിരിക്കുന്നു. ഇനി എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഏത് ഈ ഐ പീപ്പിളിൻ്റെ വലുപ്പം എങ്ങനെ ക്രമീകരിക്കപ്പെടുന്നു? ഐ പീപ്പിളിൻ്റെ വലുപ്പം ക്രമീകരിക്കാൻ സഹായിക്കുന്ന രണ്ട് മസിൽസ് ഉണ്ട്. ഐ പീപ്പിളിൻ്റെ വലുപ്പം ക്രമീകരിക്കാൻ സഹായിക്കുന്ന ആ രണ്ട് മസിൽസിൻ്റെ പേര് സർക്കുലാർ മസിൽസ് ആൻഡ് റേഡിയൽ മസിൽസ്. വലയ പേശികളും റേഡിയൽ പേശികളും, രണ്ട് തരം പേശികളാണ് ഐ പീപ്പിളിൻ്റെ വലുപ്പം ക്രമീകരിക്കാൻ സഹായിക്കുന്നത്. വലയപേശികളും റേഡിയൽ പേശികളുമാണ് ഐ പീപ്പിളിൻ്റെ വലുപ്പം ക്രമീകരിക്കാൻ സഹായിക്കുന്നത്. ഇവയുടെ ഇൻവോളണ്ടറി, അനൈച്ഛികമായ പ്രവർത്തന ഫലമായിട്ടാണ് കൃഷ്ണമണിയുടെ വലുപ്പം, ഐ പീപ്പിളിൻ്റെ സൈസ് ക്രമീകരിക്കപ്പെടുന്നത്. ഇത് നമുക്ക് കുറച്ചും കൂടെ വിശദമായിട്ട് വരച്ച് നമുക്ക് പറയാം. തൽക്കാലം അതിൻ്റെ ഘടന പറഞ്ഞു പോകുമ്പോൾ ഇത്രയാണ് പറയുന്നത്. അപ്പം എന്താണ് ഐ പീപ്പിളിൻ്റെ പൊസിഷൻ? എവിടെയാണ്? ഐറിസിൻ്റെ നടുവിലായി കാണുന്ന ഹോളോ ക്യാവിറ്റിയാണ് ഐ പീപ്പിൾ എന്ന് പറയുന്നത്, കൃഷ്ണമണി എന്ന് പറയുന്നത്. അതിൻ്റെ വലുപ്പം ലൈറ്റ് ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് കൂടുകയോ കുറയുകയോ ചെയ്യാം. പ്യൂപ്പിളിൻ്റെ സൈസ് റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന രണ്ട് മസിൽസാണ് സർക്കുലാർ മസിൽസും റേഡിയൽ മസിൽസും. വലയ പേശികളും റേഡിയൽ പേശികളുമാണ് പ്യൂപ്പിളിൻ്റെ സൈസ് ക്രമീകരിക്കാൻ സഹായിക്കുന്നത് എന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇത്രയാണ് നമുക്ക് എന്ത് പറയാനുള്ളത്? രക്തപടലം അഥവാ കൊറോയിഡ് ലെയറിൻ്റെ സ്ട്രക്ചർ പറയാനുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ എന്തുകൂടെ പറഞ്ഞു കഴിഞ്ഞു? ലെൻസ് കൂടെ പറഞ്ഞു കഴിഞ്ഞു. കാരണം ലെൻസിൻ്റെ അതിൻ്റെ ഉറപ്പിച്ച് നിർത്തുന്ന ഏതാണ്ട് രക്തപടലത്തോട് ആയതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ കൂടെ അത് പറഞ്ഞു വയ്ക്കുന്നത് എന്നുള്ളതാണ് കേസ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് രണ്ട് ലെയറിൻ്റെ കാര്യം പറയാനുള്ളത്. ഇനി മൂന്നാമത്തെ ലെയറിൻ്റെ പേര് റെറ്റിന. റെറ്റിനയാണ് മൂന്നാമത്തെ ലെയർ. റെറ്റിന അഥവാ ദൃഷ്ടിപടലം. റെറ്റിന അല്ലെങ്കിൽ ദൃഷ്ടിപടലമാണ് മൂന്നാമത്തെ ഭാഗം. പേര് പോലെ തന്നെയാണ് ദൃഷ്ടിപടലം. എന്താണ്? കാഴ്ച സഹായിക്കുന്ന സെൻറ്റർ ഓഫ് വിഷൻ, കാഴ്ചയെ സഹായിക്കുന്ന ഭാഗമാണ് റെറ്റിന എന്ന് പറയുന്നത്. കാഴ്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രാസപ്രവർത്തനങ്ങളൊക്കെയും നടക്കുന്ന ഭാഗത്തെയാണ് എന്ത് പറയുന്നത്? റെറ്റിന അഥവാ ദൃഷ്ടിപടലം എന്ന് പറയുന്നത്. മലയാളത്തിൽ ദൃഷ്ടിപടലം, ദൃഷ്ടി കാഴ്ച, കാഴ്ചയുടെ പടലം ഭാഗം എന്നർത്ഥമാണ്. ഓക്കെ, അവിടെ റെറ്റിന വളരെ തിന്നായിട്ടുള്ള ലെയറാണ്. റെറ്റിനയിൽ രണ്ട് തരം മസിൽസ് ഉണ്ട്, രണ്ട് തരം സെൽസ്. ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്നാണ് ഈ സെൽസിന് പൊതുവിൽ പറയുന്ന പേര്. ഒന്ന് ഓർക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ 3 ഓർഗൻസിലും ഉണ്ടായിരുന്നു റിസപ്റ്റേഴ്സ്. സൗണ്ട് റിസപ്റ്റർ,
ഓൾഫാക്ടറി റിസപ്റ്റർ എന്ന് പറയുന്ന സൗണ്ട് റിസപ്റ്റർ, പിന്നെ കീമോ റിസപ്റ്റേഴ്സ് അല്ലേ, സ്വീറ്റ്, സോൾട്ട്, സോറ്, ബിറ്റർ, ഉമാമി എന്നിവ കൺട്രോൾ ചെയ്യുന്ന റിസപ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഇവിടെ നമ്മുടെ കണ്ണിനകത്ത് കാണപ്പെടുന്ന റിസപ്റ്ററിൻ്റെ പേരാണ് എന്ത്? ഫോട്ടോ റിസപ്റ്റർ. ഫോട്ടോ ലൈറ്റ്, ലൈറ്റിനോട് റെസ്പോണ്ട് ചെയ്യാൻ കഴിവുള്ള റിസപ്റ്റേഴ്സ്, അതാണ് ഫോട്ടോ റിസപ്റ്റർ എന്ന് പറയുന്നത്. 2 തരം ഫോട്ടോ റിസപ്റ്റേഴ്സ് ആണ് നമ്മുടെ കണ്ണിലുള്ളത്. 2 തരം റിസപ്റ്റേഴ്സ് ആണ്. അവയുടെ പേര് റോഡ് സെൽ ആൻഡ് കോൺ സെൽ. റോഡ് ആൻഡ് കോൺ സെൽസ് ഇവരാണെന്ത്? റെറ്റിനയിൽ കാണപ്പെടുന്ന ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന 2 സെൽസാണ് റോഡ് സെൽസും കോൺ സെൽസും. ഈ 2 സെല്ലിൻ്റെയും സഹായത്തിൻ്റെ അവ ഉണ്ടാക്കുന്ന കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ വിഷൻ സാധ്യമാകുന്നത് എന്ന് പറയാം. ഏതാണ്ട് കണ്ണുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാവുന്ന അതിൻ്റെ പാർട്സ് ഓഫ് ഐ എന്ന് പറയുന്ന പോർഷൻസ് ഇത്ര വെച്ച് വെക്കാൻ നമുക്ക്. കണ്ണിൻ്റെ ഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി ഇത് ഓരോ ഭാഗങ്ങളും നമ്മൾ അതിൻ്റെ ഫങ്ഷൻസ് പറയുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് പറയേണ്ടി വരും. നേരത്തെ പറഞ്ഞ പോലെ വിഷൻ എങ്ങനെ സാധ്യമാകുന്നു എന്ന് വരുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ലെൻസ് വരും, വീണ്ടും ലെൻസ് വരും. അപ്പോൾ ലെൻസിൻ്റെ ഘടന കുറച്ചുകൂടെ ഡീപ്പായിട്ട് അവിടെ പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ റോഡ് സെൽസും കോൺ സെൽസും അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ആക്ടിവിറ്റിയും ഒക്കെ നമുക്ക് പ്രോസസ് ഓഫ് വിഷൻ, കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഈ 2 സെൽസിൻ്റെയും സ്ട്രക്ചറും അതിൻ്റെ പ്രവർത്തനങ്ങളും അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ടി വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇവിടെ ഏതാണ്ട് കണ്ണും അതിൻ്റെ ഘടനയും ആയി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സ്ട്രക്ചർ ഓഫ് ഐ ഏതാണ്ട് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറയാവുന്നതാണ്. നേരത്തെയുള്ള ഭാഗങ്ങൾ കാണാത്ത ആളുകൾക്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിനകത്ത് ലിങ്ക് ഉണ്ടായിരിക്കും. ആ ലിങ്ക് നോക്കി ഇതിൻ്റെ ബാക്കി 3 എപ്പിസോഡുകളും കണ്ട് മനസ്സിലാക്കി വരാനിരിക്കുന്ന എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഹാവ് എ നൈസ് ഡേ.